മക്കളെ, ഇന്ന് നമുക്ക് ബയാ ഹമാരി ചിടിയാ റാണി മഹാദേവി വർമ്മയുടെ കവിതയായിട്ടുള്ള ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ആക്ടിവിറ്റിയും ഒക്കെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിനക്കെ ലാക്കർ മഹൽ ബനാത്തി ഗോൻസലെ കോ മഹൽ ക്യോം കഹാ ഗയാ ഹെ. തിനക്ക പുൽക്കൊടി കൊണ്ടുവന്ന് കൊട്ടാരം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. കിളിക്കൂടിനെയാണ് അത് ഇവിടെ കൊട്ടാരം എന്ന് പറഞ്ഞത്. കിളിക്കൂടിനെ എന്തുകൊണ്ടാണ് കൊട്ടാരം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആൻസർ നോക്കാം. അപ്ന ആവാസ് ഹർ ഏക് കോ അമൂല്യ ഹെ. ഓരോരുത്തരുടെയും വാസസ്ഥലം അവരവർക്ക് അമൂല്യമാണ്. ഓരോരുത്തർക്കും അവരുടെ വാസസ്ഥലം എങ്ങനെയാണ്? അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണ്. ചാഹേ വഹു ചോപ്പടി ഹോ യാ മഹൽ. അത് കുടിലാവട്ടെ കൊട്ടാരമാവട്ടെ ഏതു തന്നെയായാലും അവരവരുടെ വാസസ്ഥലം അവർക്ക് പ്രിയപ്പെട്ടതാണ്. ഇസിലിയെ ഇസി പ്രകാർ കാത്താ ഹെ. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. बया के बच्चों की निगरानी हम बारी बारी से करेंगे. इसका तात्पर्य क्या है? ബയാറാണിയുടെ, അതായത് ചിടിയാറാണി ഉണ്ടല്ലോ, തൂക്കനാങ്കുരുവി, ആ തൂക്കനാങ്കുരുവിയുടെ കുട്ടികളുടെ സംരക്ഷണം, മേൽനോട്ടം നിരന്തരം ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങളിങ്ങനെ മാറി മാറി ചെയ്യും എന്ന് പറയണ്ടല്ലോ. ഇസ്കാ താത്പര്യ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കുട്ടികളുടെ ആ പറച്ചിലിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബച്ചോ കേലിയെ നിഗരാനി സരൂരി ഹെ. കുട്ടികളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ്ലിയെ ബച്ചെ ഇസി പ്രകാർ കാത്താ ഹെ. അതുകൊണ്ടാണ് കുട്ടികൾ അപ്രകാരം പറയുന്നത്. മൂന്നാമത്തത് നോക്കാം. പർ നികലേങ്കെ ഉഡ് ജായേങ്കെ കിസ്കി സൂചന ഹെ. പർ നികലേങ്കെ അതുപോലെ തന്നെ ഉഡ് ജായേങ്കെ, ഇതിലൊക്കെ എന്ത് സൂചനയാണ് നൽകുന്നത്? പർ നികലാന എന്ന് പറഞ്ഞാൽ ബഡാ ഹോജാന, വലുതാവുക. ഉഡ് ജായേങ്കെ പറഞ്ഞാൽ സ്വതന്ത്ര ഹോജാന, സ്വതന്ത്രമാവുക. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാസെ അപ്പനി മൻപസന്ത് പങ്ക്തിയാൻ ചുൻകർ ലിഖേം. ഈ കവിതയിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വരി നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുനേം. പിന്നെ താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിടിയ ദൂർ ന ജായേ ഇസ്കേ ലിയേ ആംഗൺ മേ ദാനാ പാനി ഭർ ദേംഗെ. ചിടിയ ദൂർ ന ജായേ, പക്ഷി ദൂരേക്ക് പോവരുത്, അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആംഗൺമേം ദാനാ പാനി ഭർ ദേംഗെ, മുറ്റത്ത് ധാന്യവും വെള്ളവും ഒക്കെ കൊണ്ടുചെന്ന് വെക്കും എന്ന് പറഞ്ഞ ഒരു വരിയുണ്ടല്ലോ, അത് ഏതാണെന്നാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് കണ്ടെത്താം. തുജേ ദൂർ ന ജാനെ തേങ്കെ ദാനോം സെ ആംഗൺ ഭർ ദേംഗെ और ഹൗജ് മേ ഭർ ദേംഗെ ഹം മീട്ടാ മീട്ടാ ടണ്ടാ പാനി. അപ്പം ധാന്യവും വെള്ളവും കൊണ്ടുവെക്കും എന്ന വരികൾ ഇതിലാണല്ലോ കേട്ടോ. ദാനോം സെ ആംഗൺ ഭർ ദേംഗെ ഹൗജ് മേ ഭർ ദേംഗെ ഹം മീട്ടാ മീട്ടാ ഡണ്ടാ പാനി. ഇതാണ് ആ വരികൾ. അടുത്ത നോക്കാം. बच्चे बया बनकर उड़ जाए तो हम माधा चिड़िया को പാസ് രഹേങ്കെ എന്നർത്ഥം വരുന്ന വരികൾ. കുട്ടികൾ പറന്നു പോയാലും ഞങ്ങൾ ആ ചിടിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ വരി ഉണ്ടല്ലോ, അതേതാണ്? फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे हम तब तेरे पास रहेंगे. ഇതാണ് ആ വരികൾ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമാൻ അർത്ഥ വാലെ ശബ്ദ കവിതാസെ ചുനേം താലിക ബരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷി എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നത് ചിടിയ. അതുപോലെ തന്നെ ജൽ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് പാനി, അല്ലേ?
പാനി എന്നാണ് അതേ അർത്ഥം വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ നോക്കിയതാണ് കേട്ടോ. പാനി എന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ പങ്ക്, പങ്ക് എന്നതിന് പർ നികലേങ്കെ പഠിച്ചില്ലേ? എന്താണ് പർ? പർ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പർ നികലേങ്കെ, ബയാ ബനേങ്കെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണിച്ചുതരാം പർ എന്നുള്ളത് എവിടെയാണെന്ന്. ഉടിച്ചായെങ്കെ, ഫിർ ഉൻകെ പർ നികലേങ്കെ, കണ്ടോ? പർ, ഇതാണ് പർ. ഇനി അടുത്തത് പേട് കി സബ്സെ ഊഞ്ചി ടെഹനി പത്തലി ഹെ. ഈ ടെഹനി എന്നതിന് അതേ അർത്ഥം വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെഹനി പറഞ്ഞാൽ മരച്ചില്ല, മരച്ചില്ല. അപ്പോൾ ഇതിലുണ്ട് പേട് കെ ഊപ്പർ, എനിക്ക് ഇതിന് ബർദേങ്കെ ഹൗജ് ബർദേങ്കെ മീട്ടാ മീട്ടാ ടണ്ട പാനി. നിന്റെ കൂട് ഏറ്റവും മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ഡാലി അല്ലേ? ഭയ്യാ ഹമാരി ചിടിയാ റാണി തിൻകെ ലാക്കർ മഹൽ മൗഞ്ചെ ഡാലോം പർ. ഡാൽ എന്താണ് ഇതില്? ഡാലോം എന്നാണ്. ഡാൽ എന്നാണ് മരച്ചില്ലേക്ക്. ഇവിടെ ടെഹനി എന്നാണ് തന്നത്. അതിന് നമ്മൾ പാഠബുക്കിൽ പഠിച്ചത് എന്താണ്? ഡാൽ. ഡാൽ പറഞ്ഞാൽ എന്താണ്? മരച്ചില്ല. ടെഹനി പറഞ്ഞാലും എന്താണ്? മരച്ചില്ല. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടി. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ഡാല്, പറ, അതുപോലെ തന്നെ ജൽ എന്നതിന് പാനി, പാനി, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ജല്ലിൻ്റെ ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ये संकेत पढ़े और जीवों को जीने दो विषय पर टिप्पणी लिखिए. ജീവോം കോ ജീനെ ദോ എന്ന വിഷയത്തിൽ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജീവോം കോ ജീനെ ദോ. സബി ജീവജന്തു, ജീവജന്തു എന്നാണ് കേട്ടോ. ജായാണ് ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരുന്നതാണ് കേട്ടോ. ജീവജന്തു ഇസ് ധർത്തി കോ हकदार है, പ്രകൃതി സേ ഉനക്ക അട്ടൂട്ട് സംബന്ധ ഹെ. എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ എന്തുണ്ട്? അവകാശമുണ്ട് അല്ലേ? ജീവിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പ്രകൃതി സേ ഉനക്ക അട്ടൂട്ട് സംബന്ധ, പ്രകൃതിയുമായിട്ട് ഇവർക്കൊക്കെ ദൃഢമായിട്ടുള്ള ബന്ധമാണുള്ളത്. ചാര പാനി തലാഷ്നെ കേലിയെ പ്രാണിയോക്ക അപ്പനാ തൗർ തരീക്ക ഹെ. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വെള്ളവും ഒക്കെ അന്വേഷിക്കാൻ അവർ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അവർ പ്രാണി അപ്പനെ ബച്ചോക്കി നിഗരാനി ഗുദ് കർ സക്തി. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും അവരവരുടെ കുഞ്ഞുങ്ങളെ അവർ സ്വയം സംരക്ഷിക്കുന്നു. പങ്ക് നികൽനെ പർ ഉഡ് ജാന ചിടിയോക്കി സഹജ് വൃത്തി ഹെ. ചിറക് മുളച്ചാൽ പറന്നു പോവുക എന്നത് പക്ഷികളുടെ ഒരു ജീവിതത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ? ഉസ്മേം ദുഃഖി ഹോനേക്കെ കോയി ബാത്ത് നഹി. അതിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഹം കത്തരേമേം ഉൻകോ മദത് കർണി ചാഹിയ. നമ്മൾ അവരെ ആപത്തിൽ സഹായിച്ചാൽ മാത്രം മതി. ജയ്സേ സൂക്കേമേ പാനി ദേന ആദി മാനവക്ക ദായത്വ. അതായത് വരൾച്ചയിൽ വെള്ളം നൽകുക മുതലായവയാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പക്ഷികൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. പക്ഷികളെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നല്ലേ. ഇനി അടുത്ത് നോക്കാം. യഹാം അന്ധാ വ്യക്തി सड़क पार करने की कोशिश कर रहा है, लिखें चित्र में क्या क्या हो रहे हैं. ഇവിടെ ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അല്ലേ ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എഴുതാൻ. എന്താണ് ഫസ്റ്റ് തന്നെ? ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. 2 കുട്ടികൾ വന്നിട്ട് സഹായിക്കുന്നു. കൈ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പം ഈ 4 നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 നമ്മൾ സെൻറ്റൻസ് എഴുതണം. നോക്കാം. एक अंधा व्यक्ति सड़क पार करने की कोशिश कर रहा है. ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ദോ ബച്ചെ ഉസ് അന്ധ വ്യക്തിക്കോ മദത് കർണേക്ക് തയ്യാരിമേ ഖഡേ ഹെ. 2 കുട്ടികൾ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ബച്ചെ ഉനിക്കോ സടക്ക് പാർ കർണേമേ മദത് കർത്തേ ഹെ. കുട്ടികൾ അയാളെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അന്ധ വ്യക്തി ഉൻസെ ധന്യവാദ് കർത്താ ഹെ. അന്ധനായ വ്യക്തി അവരോട് നന്ദി പറയുന്നു. അത്രയാണ് അതിലേക്ക് വേണ്ട സെൻറ്റൻസുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠബുക്കിലുള്ള എല്ലാ ആക്ടിവിറ്റികളും ചെയ്ത് കഴിഞ്ഞു. എല്ലാം നന്നായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക, പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.